ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഈ വചനം ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, വചനം അനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. വചനം നമ്മൾ വിതരണം ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹം വിതരണം ചെയ്യുന്ന ഉപകരണങ്ങളായിട്ട് മാറുകയാണ്. നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ വാട്സപ്പിലും അല്ലാതെയൊക്കെ ചിലപ്പോൾ ഒരു വചനമായിരിക്കാം, ചിലപ്പോൾ ഒരു കുഞ്ഞൊരു വചന സന്ദേശമായിരിക്കും നമുക്ക് ലഭിക്കും. അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ അനുഗ്രഹം വിതരണം ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങനെ ഈ വചന ശുശ്രൂഷയിലായിരിക്കുന്ന ഈ സഹോദരങ്ങളെ താങ്കളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദുഃഖങ്ങളിലേക്ക്, വേദനകളിലേക്ക്, സന്തോഷത്തിലേക്ക്, സങ്കടത്തിലേക്ക് നീ അനുഗ്രഹമായി, അഭിഷേകമായിട്ട് അവിടുന്ന് കടന്നു ചെല്ലണമേ. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തെ ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അവരുടെ പഠന മേഖലകൾ, ജീവിത വഴികൾ, ഭാവി സ്വപ്നങ്ങളെ ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ബിസിനസ്സിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കുകയാണ്. അവരുടെ ബിസിനസ് മേഖലകളിലേക്ക് നിന്റെ കൃപയൊഴുകട്ടെ, അനുഗ്രഹം വർഷിക്കട്ടെ. ജോലി മേഖലകളിലായിരിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ, നിന്റെ അനുഗ്രഹം അവരിലേക്ക് സമൃദ്ധമായിട്ട് വർഷിക്കണമേ. പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്ന ഓരോ സഹോദരങ്ങളെയും ഈശോയെ, അന്ധനെ സുഖപ്പെടുത്തിയ, മുടന്തന് സൗഖ്യം കൊടുത്ത സൗഖ്യത്തിന്റെ കരങ്ങൾ നീട്ടി അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന വചനം യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. എത്ര മനോഹരമായ വചനമല്ലേ. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, ഞാൻ ദൈവത്തോട് ചേർന്നാണോ നിൽക്കുന്നത്? നമുക്കറിയാം എന്തൊക്കെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള സാധ്യതകൾ, മാധ്യമങ്ങൾ അല്ലെ? എന്തൊക്കെയാണ് മാധ്യമങ്ങൾ? ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവ വചനം വായിക്കുകയും പഠിക്കുകയും വിതരണം ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുക. ദൈവവചനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ദൈവത്തിന്റെ സ്വരമാണ്. ദൈവത്തിന്റെ സ്വരം നമ്മൾ വായിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കും. അപ്പൊ എന്താണ് സംഭവിക്കുക? ദൈവം നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ചേർന്ന് നിൽക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? കൂദാശകളൊക്കെ ഒരുക്കത്തോടുകൂടി, ഭക്തിയോടുകൂടി സ്വീകരിക്കുക. കുമ്പസാരം എന്ന കൂദാശയൊക്കെ സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ പാപമാലിന്യങ്ങളെല്ലാം നമ്മൾ കഴുകി വിശുദ്ധീകരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വലിയ പ്രസാദപരാവസ്ഥയിൽ നിറയുകയാണ്. അപ്പോഴാണ് നമ്മൾ ദൈവാനുഭവത്തിലേക്ക് നിറയുകയാണ്. അപ്പോൾ കൂദാശകളൊക്കെ ഭക്തി ആദരപൂർവ്വം സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കുക. മൂന്നാമത്തെ വഴി എന്താണ്? നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും സമൂഹ പ്രാർത്ഥനയും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവം? ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആയിരിക്കുക. നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥന ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളിൽ അവരായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിൽ അനുഗ്രഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും വലിയ ഒരു വലയം നമുക്ക് കാണാനും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒക്കെ വലയത്തിൽ നിറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. നമുക്കറിയാം, സാമൂൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിൽ സൗൾ രാജാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? സൗൾ രാജാവിന്റെ പ്രത്യേകത എന്താണ്? വലിയ കഴിവുള്ള രാജാവൊന്നുമല്ല, പക്ഷെ തുടക്കത്തിൽ അവൻ ദൈവത്തോട് ചേർന്ന് നിന്ന വചനം പറയുന്നത്. തുടക്കത്തിൽ അവൻ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ഈ സൗൾ രാജാവിനെ ദൈവം ശക്തനായ രാജാവാക്കി മാറ്റി. പല രാജാക്കന്മാരും സൗളിൻ്റെ അടുത്തേക്ക് യുദ്ധത്തിന് വരാൻ തന്നെ അവർക്ക് പേടിയായിരുന്നു. കാരണം എന്താണ്? തുടക്കത്തിൽ ദൈവത്തോട് സൗൾ ചേർന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? സൗളിനോടൊപ്പം ദൈവവും ചേർന്ന് നിന്നു. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. അതിനുള്ള ഓരോ മാധ്യമങ്ങളെയും നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാം. അതുവഴിയായിട്ട് ദൈവം നമ്മോടൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ ജീവിത വഴികളെ, നമ്മളായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഈ സഹോദരങ്ങളിലേക്ക് നിന്റെ കൃപയൊഴുക്കണമേ. അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളെയും അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.